ഞാൻ എക്സാമ്പിൾ പറയാം. ഇത് ആരെയും പറ്റിയല്ല കേസ്, എന്നാലും ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോ ഞാനൊരു ലൈവ് കാണുക. എന്റെ പേരിൽ മരണം വരെയും അതൊരു പ്ലെയറിന്റെ ടാഗ് ഉണ്ടെങ്കിൽ അത് KVയുടെ ടാഗ് ആയിരിക്കും. ഞാൻ ഇടയ്ക്ക് ഇനാക്റ്റീവ് ആയിരിക്കും. ഇനി ഞാൻ പോയിട്ട് തിരിച്ചു വന്നാലും KVA ആണ് ഉയിര്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചാലും KVAക്ക് വേണ്ടിയായിരിക്കും ഞാൻ ഇനി കളിക്കാൻ പോണത്. കാരണം ഇതൊരു വെറും ഒരു ഗ്യാങ് അല്ല, ഇതൊരു ഫാമിലിയാണ്. അപ്പൊ ഞാനിത് കേട്ടപ്പോ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര മച്ച് റെസ്പെക്ട് തോന്നിയിട്ട് ഞാൻ ഈ പർട്ടിക്കുലർ പ്ലെയറിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ബ്രോ ഞാൻ പറ്റുമ്പോഴൊക്കെ ആക്റ്റീവ് ആവുക, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ അവർ കമ്മ്യൂണിറ്റി, പറ്റുമ്പോഴൊക്കെ ആക്റ്റീവ് ആവണം എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന് അടുത്ത ദിവസം നോക്കുമ്പോ ഞാൻ MRC കയറി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൂടെ കണ്ടു. കമ്മ്യൂണിറ്റിയിൽ ഒരു ഊമ്പൻ ഉണ്ട്, വലിയൊരു ഊമ്പനാണ്, വലിയൊരു ഊമ്പൻ. ഇതൊരു ഇമാജിനറി സ്റ്റോറിയാണ്. ആ അവന്മാരുടെ ഒക്കെ പറ്റി നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോടാ? കാണുന്നവർക്ക് തന്നെ അറിഞ്ഞൂടാ ആ നന്ദിയൊക്കെ. കമ്മ്യൂണിറ്റി വലിയൊരു ഊമ്പനാണ്, വലിയൊരു അണ്ണ. വേറൊരു സ്റ്റോറി ഉണ്ട്, ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലേ, നമ്മളടിയായപ്പോ മറ്റേ ഹോസ്പിറ്റലായി പിന്നെ ഇൻട്രസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് അതുപോലെ ഈ സെയിം കളിക്കുന്ന സമയത്ത് നമ്മുടെ അടി മേടിച്ചിട്ട് ജോക്കി ഇവ പിൻട്രസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് കുത്തിയിട്ടിട്ട് ഇവന് ബ്ലഡ് ക്യാൻസർ ആണെന്നെന്തോ പറഞ്ഞു. ബ്രെയിൻ ട്യൂമർ എന്തോ ആണെന്ന് പറഞ്ഞു ജോക്കി. ഞാനിത് കണ്ടിട്ട് ഞാനാണെ വാറിന് ഇവനെ അപരാധിക്കുകയും ചെയ്ത്. ഞാൻ ഇത് കണ്ടിട്ട് ഇവന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് ഇവന് ബ്രെയിൻ ട്യൂമർ ആണ് എന്നൊക്കെ പറഞ്ഞ്. എന്റെ പൊന്നോ, ഞാനിത് കണ്ട് നേരെ പോയിട്ട് പുള്ളിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു, എടാ ഞാൻ ഇത് കമന്റ് ഒക്കെ ഇട്ട് പൊന്നെ ചില്ലാവും, എല്ലാം ഓക്കെ ആവും. കുറച്ച് കഴിഞ്ഞപ്പം ഇൻബോക്സിൽ എനിക്ക് ഒരു 50 പേര് കൊണ്ട് അയച്ചു തന്നു, ബ്രോ ഇത് പിൻട്രസ്റ്റിലുള്ളതാണെന്ന്. പിൻട്രസ്റ്റിൽ ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തേക്കുന്നത് ബ്രെയിൻ. അതിപ്പോ കളിക്കുന്ന MRC കളിക്കുന്ന ഒരു റെപ്യൂട്ടഡ് പ്ലെയർ ആണ്.